നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം ഈ ദിനത്തിലെ 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. വിദ്വേഷ പ്രസംഗം തുടരുന്ന വെള്ളാപ്പള്ളി നടേശനെ തള്ളി CPIM. SNDP യോഗം സ്വീകരിക്കേണ്ടത് മതനിരപേക്ഷ നിലപാടെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. വെള്ളാപ്പള്ളിയെ പുകഴ്ത്തി മന്ത്രി VN വാസവൻ. വർഗീയ പ്രസംഗത്തിൽ കേസെടുക്കാൻ വെല്ലുവിളിച്ച് വെള്ളാപ്പള്ളി നടേശൻ. പ്രതികരണശേഷി നഷ്ടപ്പെട്ട സർക്കാരെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഷാർജയിൽ മരിച്ച കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യ ഭർത്താവിൽ നിന്ന് നേരിട്ടത് അതിക്രൂര പീഡനം. മരിക്കുന്നതിന് തൊട്ടുമുൻപ് സഹോദരിക്ക് അയച്ച ശബ്ദ സന്ദേശം 24-ന്. ഭർത്താവ് ചവിട്ടിക്കൂട്ടിയെന്നും ആത്മഹത്യ ചെയ്യാൻ ധൈര്യമില്ലെന്നും അതുല്യ. ഭർത്താവ് സതീഷ് നിരന്തരം മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങളും പുറത്ത്. അതുല്യയുടെ മരണത്തിൽ വിചിത്രവാദവുമായി ഭർത്താവ് സതീഷ്. താൻ അറിയാതെ അതുല്യ ഗർഭഛിദ്രം നടത്തിയതിന് പ്രകോപിപ്പിച്ചെന്ന് പ്രതികരണം. നിരപരാധിയെന്ന സതീഷിന്റെ വാദം തള്ളി അതുല്യയുടെ പിതാവ്. മരണം അന്വേഷിക്കാൻ പ്രത്യേക പോലീസ് സംഘത്തെ രൂപീകരിച്ചു. അതുല്യയുടെ വീട്ടിലെത്തി സ്ത്രീ പീഡനത്തിന് ഇരയായി മരിച്ച വിസ്മയയുടെ പിതാവ് ത്രിവിക്രമൻ. ആശുപത്രിയിലേക്ക് തിരിച്ച ആംബുലൻസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ സമരം. നഷ്ടമായത് മനുഷ്യജീവൻ. ചികിത്സ കിട്ടാതെ വിതുര സ്വദേശി ബിനു മരിച്ചതിൽ പോലീസ് കേസെടുത്തു. സമരക്കാർ കരുണ കാട്ടിയില്ലെന്ന് ബന്ധുക്കൾ. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നിഗൂഢത നിറഞ്ഞ ധർമ്മസ്ഥലയിലേക്ക് അന്വേഷണത്തിന് കർണാടക പോലീസ്. ബലാത്സംഗം ചെയ്യപ്പെട്ട നൂറുകണക്കിന് സ്ത്രീകളുടെ മൃതദേഹം മറവു ചെയ്തുവെന്ന വെളിപ്പെടുത്തലിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. അന്വേഷണം DGP പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിൽ. വീണ്ടും ജീവനെടുത്ത് സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ. അമിത വേഗത്തിൽ പാഞ്ഞ ബസ്സിടിച്ച് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മരിച്ചത് കണ്ണൂർ കണ്ണോത്തുംചാൽ സ്വദേശി ദേവനന്ദ്. കോഴിക്കോട് പേരാമ്പ്രയിൽ മത്സരയോട്ടത്തിനിടെ ബസ്സിടിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ സ്വകാര്യ ബസ് ഡ്രൈവർ കസ്റ്റഡിയിൽ. പേരാമ്പ്ര സ്വദേശി ആദം ഷാഫിയെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അപകടത്തിൽ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ഉടൻ റിപ്പോർട്ട് നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. കേരള സർവകലാശാലയിലെ സമവായ ശ്രമങ്ങൾക്കിടെ ഗവർണറെ കണ്ട് മുഖ്യമന്ത്രി. രാജ്ഭവനിൽ നടന്ന കൂടിക്കാഴ്ച നീണ്ടത് 1 മണിക്കൂറോളം. കൂടിക്കാഴ്ച സൗഹാർദ്ദപരമെന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ. വൈസ് ചാൻസലർ നിയമന പ്രതിസന്ധിയും സർവകലാശാലകളിലെ ഭരണസ്തംഭനവും ചർച്ചയായെന്നും സൂചന. ഈ അധ്യയന വർഷം പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവ്. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 1,00,000-ലധികം കുട്ടികൾ കുറഞ്ഞു. 1-ാം ക്ലാസ്സിൽ കുറഞ്ഞത് 16,510 കുട്ടികൾ. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച കണക്കുകൾ 24-ന്. കേരളത്തിൽ ആദ്യമായി CPIക്ക് വനിതാ ജില്ലാ സെക്രട്ടറി. സുമലത മോഹൻദാസ് പാലക്കാട് ജില്ലാ സെക്രട്ടറി. ജില്ലാ നേതൃത്വത്തിന് അനഭിമതനായ പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിനെ CPI സംസ്ഥാന സമ്മേളന പ്രതിനിധി പട്ടികയിൽ നിന്ന് വെട്ടി. ഇടുക്കി ജില്ലാ സെക്രട്ടറിയായി K സലിംകുമാർ തുടരും. CPI ഇടുക്കി ജില്ലാ സെക്രട്ടറിയായി K സലിംകുമാർ തുടരും. കട്ടപ്പനയിൽ നടന്ന ജില്ലാ സമ്മേളനത്തിൽ 51-അംഗ ജില്ലാ കൌൺസിൽ തെരഞ്ഞെടുത്തു. പാർട്ടി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയായിരുന്ന P പളനിവേൽ അന്തരിച്ച പശ്ചാത്തലത്തിൽ 2 ദിവസത്തെ പ്രതിനിധി സമ്മേളനം മാത്രമാണ് നടന്നത്. ശശി തരൂരിനെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളും കൈവിടുന്നു. തരൂരിനെ കോൺഗ്രസിനൊപ്പം കൂട്ടുന്നില്ലെന്ന് K മുരളീധരൻ. തരൂരിനൊപ്പമുള്ളവർ കോൺഗ്രസ് തകരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്ന് രാജ്ഭവൻ ഉണ്ണിത്താൻ. ഒന്നും പറയാനില്ലെന്ന് ഡോക്ടർ ശശി തരൂർ. കോഴിക്കോട് തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കിയവരുടെ നേതൃത്വത്തിൽ വിമത യോഗം. കേഡേഴ്സ് മീറ്റ് 25 എന്ന പേരിലാണ് യോഗം ചേർന്നത്. പാർട്ടിയിലെ ഒരു വിഭാഗം സംസ്ഥാന നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് വിമതർ. പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആര് സ്വീകരിച്ചാലും നടപടിയുണ്ടാകുമെന്നാണ് പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ പ്രതികരണം. അയൽവാസി പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിയ മധ്യവയസ്കന് ദാരുണാന്ത്യം. ലൂർദ് ആശുപത്രിയിൽ ചികിത്സയിരിക്കെ മരിച്ചത് എറണാകുളം വടുതല സ്വദേശി ക്രിസ്റ്റഫർ. പൊള്ളലേറ്റ ഭാര്യ മേരിക്കുട്ടി ചികിത്സയിൽ തുടരുന്നു. പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ച സംഭവം KCB ചീഫ് എഞ്ചിനീയർ അന്വേഷിക്കും. ദാരുണാന്ത്യം തിരുവനന്തപുരം പനയമുട്ടം സ്വദേശി അക്ഷയന്. വൈദ്യുതി ലൈൻ റോഡിലേക്ക് വീണത് മരം വീണ് പോസ്റ്റിൽ പതിച്ചതോടെ. പനവൂർ KCB ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം.
ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ സർക്കാർ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. അവധി ദിവസമായതിനാൽ ഒഴിവായത് വൻ ദുരന്തം. ക്ലാസുകൾ പ്രവർത്തിക്കാത്ത കെട്ടിടമെന്ന സ്കൂൾ അധികൃതരുടെ വാദം തള്ളി കുട്ടികളും നാട്ടുകാരും. തകർന്ന കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലെന്ന് പഞ്ചായത്ത് അധികൃതർ. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ചതിൽ സ്കൂൾ മാനേജ്മെന്റിന് എതിരെ കേസെടുത്ത് പോലീസ്. നടപടികളെ നിയമപരമായി നേരിടുമെന്ന് സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രതികരണം. മിഥുന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ മാനേജ്മെന്റിന്റെ തീരുമാനം. എറണാകുളം അങ്കമാലി കോതകുളങ്ങര LP സ്കൂളിന് മുകളിലെ വൈദ്യുതി ലൈൻ KCB മാറ്റി. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. കോഴിക്കോട് കൊയിലാണ്ടിയിൽ മരക്കൊമ്പ് വൈദ്യുതി ലൈനിന് മുകളിൽ വീണ് ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ചു. ഹിബാമൻസിലിൽ ഫാത്തിമയാണ് മരിച്ചത്. വീടിന് മുകളിലൂടെ കടന്നു പോകുന്ന വൈദ്യുതി ലൈൻ മാറ്റണമെന്ന് KSEBയോട് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ബന്ധുക്കൾ. സ്കൂൾ സമയമാറ്റത്തിൽ ചർച്ചയ്ക്ക് സർക്കാർ. സമസ്തയടക്കമുള്ള മതസംഘടനകളെ വിദ്യാഭ്യാസ വകുപ്പ് ചർച്ചയ്ക്ക് വിളിച്ചു. മന്ത്രി V ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച ചർച്ച. കരിപ്പൂരിൽ വൻ ലഹരിവേട്ട. യാത്രക്കാരിൽ നിന്ന് 1 കിലോ MDMA പിടികൂടി. ലഹരിക്കടത്ത് ഭക്ഷണ സാധനങ്ങളുടെ മറവിൽ. യുവതിയെ കാത്തുനിന്ന 3 പേരും കസ്റ്റഡിയിൽ. കണ്ണൂർ പഴയങ്ങാടി ചെമ്പല്ലിക്കുണ്ട് പാലത്തിൽ നിന്ന് മകനുമായി പുഴയിലേക്ക് ചാടിയ യുവതി മരിച്ചു. വയലപ്ര സ്വദേശി റീമയാണ് മരിച്ചത്. 3 വയസ്സുകാരനായ മകനു വേണ്ടി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. കുട്ടിയെ ഷാൾ ഉപയോഗിച്ച് ശരീരത്തോട് ചേർത്ത് കെട്ടിവെച്ച് പുഴയിലേക്ക് ചാടുകയായിരുന്നു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 571 പേർ നിപ സമ്പർക്ക പട്ടികയിലെന്ന് ആരോഗ്യവകുപ്പ്. മലപ്പുറം ജില്ലയിൽ 62 പേരും പാലക്കാട് 418 പേരും കോഴിക്കോട് 89 പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. 27 പേർ ഹയസ്റ്റ് റിസ്കിലും 78 പേർ ഹൈ റിസ്ക് വിഭാഗത്തിലും നിരീക്ഷണത്തിൽ. സംസ്ഥാനത്ത് പെരുമഴ തുടരും. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. മലപ്പുറം രാമപുരത്ത് കൂറ്റൻ മരങ്ങൾ റോഡിലേക്ക് വീണു. കാലിക്കറ്റ് സർവകലാശാലയുടെ പാഠ്യപദ്ധതിയിൽ നിന്ന് വേടന്റെയും ഗൗരി ലക്ഷ്മിയുടെയും പാട്ടുകൾ നീക്കം ചെയ്യുന്നത് പ്രതിഷേധാർഹമെന്ന് മന്ത്രി V ശിവൻകുട്ടി. പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട എന്ന വിദഗ്ധ സമിതിയുടെ ശുപാർശയെ അപലപിക്കുന്നുവെന്നും വിദ്യാഭ്യാസ മന്ത്രി. CMRL മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ T വീണ CMRL എക്സാലോജി കമ്പനിയടക്കം 13 പേരെ കക്ഷി ചേർക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. നടപടി ED അന്വേഷണം ആവശ്യപ്പെട്ട് BJP നേതാവ് ഷോൺ ജോർജ് നൽകിയ ഹർജിയിൽ. തകരാറ് പരിഹരിച്ചതോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടന്റെ F-35 മറ്റന്നാൾ തിരികെ പറക്കും. തകരാറ് പരിഹരിക്കാൻ എത്തിയ സാങ്കേതിക വിദഗ്ധരും ഉടൻ മടങ്ങും. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. കോഴിക്കോട് പേരാമ്പ്രയിൽ മത്സരയോട്ടത്തിനിടെ ബസ് കയറി സ്കൂട്ടർ യാത്രികനായ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. പേരാമ്പ്ര സ്വദേശി ആദം ഷാഫിയാണ് അറസ്റ്റിലായത്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മിഥില, നേരത്തെ തന്നെ ഈ ബസ് ഡ്രൈവർ പിടിയിലായി, റിമാൻഡിലായി, കസ്റ്റഡിയിലായി എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു. ഇതിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതാണോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? പ്രജിൻ, നിലവിലിപ്പോൾ ബസ് ഡ്രൈവർ പേരാമ്പ്ര സ്വദേശി ആദം ഷാഫിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലൊരു പ്രതിഷേധം ഇന്ന് പേരാമ്പ്രയിൽ ഉണ്ടായിരുന്നു. കാരണം ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടും അപകടമുണ്ടായിട്ടും ഈ ബസ് ജീവനക്കാരെ പോലീസ് സംരക്ഷിക്കുന്നു എന്നാരോപിച്ചായിരുന്നു വലിയ രീതിയിൽ യൂത്ത് കോൺഗ്രസ് ആയാലും യൂത്ത് ലീഗ് ആയാലും SFI ഉൾപ്പെടെയുള്ള സംഘടനകളെല്ലാം തന്നെ ഇന്ന് സമരരംഗത്തുണ്ടായിരുന്നത്. അത്തരം ഒരു പ്രതിഷേധത്തിനെല്ലാം ഒടുവിൽ ഇപ്പോൾ വൈകിട്ടോടെ ഈ ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് അല്പസമയം മുമ്പാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മാത്രമല്ല മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടിയും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. മോട്ടോർ വാഹന വകുപ്പ് 6 മാസത്തേക്ക് ഈ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല മോട്ടോർ വാഹന വകുപ്പിന്റെ 5 ദിവസത്തെ നിർബന്ധിത പരിശീലനത്തിൽ പങ്കെടുക്കാനും ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. ഇതിനു പുറമെ ഈ ഒരു പ്രതിഷേധം ഇന്നിവിടെ അവസാനിച്ചിട്ടില്ല. നാളെയും പ്രതിഷേധമുണ്ട്. രാവിലെ 7 മണിക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിക്കും. മാത്രമല്ല 10 മണിയോടെ BJP പ്രവർത്തകരുടെ വഴിതടയൽ സമരമുണ്ട്. യൂത്ത് ലീഗ് പ്രവർത്തകരുടെ സമരമുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നാളെയും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരിക്കും പേരാമ്പ്രയിൽ ഉണ്ടാവുക.
വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവാനുള്ള ഒരു കാരണം എന്നത് ഈ മേഖലയിൽ, പ്രത്യേകിച്ച് കുറ്റ്യാടി കോഴിക്കോട് മേഖലയിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം പതിവാണ്. നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാവുന്നത്. അത്തരത്തിലുള്ള അപകടങ്ങൾ തുടർക്കഥയായ സാഹചര്യത്തിൽ തന്നെയാണ് യുവജന സംഘടനകളെല്ലാം തന്നെ ഇന്ന് നിരത്തിലിറങ്ങി പ്രതിഷേധിച്ചത്. ശരി, മിഥില ബാലനാണ് കോഴിക്കോട് വിശദാംശങ്ങൾ നൽകിയത്. തിരികെ 100 ന്യൂസിലേക്ക്. മലപ്പുറം തിരുവാലി മേലേടത്ത് വീട്ടിൽ തൃഷ്ണ വിപിൻ അന്തരിച്ചു. കഴിഞ്ഞ ദിവസം 24 വാർത്തയിലൂടെ സഹായം ലഭിക്കുകയും കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തുകയും ചെയ്ത തൃഷ്ണ ഇന്നലെയാണ് മരണത്തിന് കീഴടങ്ങിയത്. 1 മാസത്തിലേറെയായി മഞ്ഞപ്പിത്തം ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്നു. KPMS ആലപ്പുഴ ജില്ലാ കൺവെൻഷനിടെ സംഘർഷം. KPMS ബൈജു കലാശാല വിഭാഗം നടത്തിയ കൺവെൻഷനിലാണ് സംഘർഷമുണ്ടായത്. പരിപാടി തടയാൻ പുന്നല ശ്രീകുമാർ വിഭാഗം സ്ഥലത്തെത്തി. സംഘർഷങ്ങൾക്ക് പിന്നാലെ സമ്മേളന ഹാൾ പോലീസ് പൂട്ടി. ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ പ്രതിയായ കോഴക്കേസിൽ ചോദ്യം ചെയ്യലിനൊരുങ്ങി വിജിലൻസ്. ശേഖർ കുമാറിനെ ചൊവ്വാഴ്ച ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനാണ് നീക്കം. 2 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന് ശേഖർ കുമാറിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ സൈറ്റിന്റെ പേരിൽ വൻ തട്ടിപ്പ്. സംസ്ഥാനത്ത് നിന്ന് തട്ടിയെടുത്തത് 45 ലക്ഷം രൂപ. 3 UP സ്വദേശികളെ കൊച്ചി സൈബർ പോലീസ് പിടികൂടി. സംസ്ഥാനത്ത് RTO ഓഫീസിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം ആരംഭിച്ച് വിജിലൻസ്. കൊച്ചി കാക്കനാടുള്ള MBIയുടെ അക്കൗണ്ടിൽ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ നടന്നത് 8 ലക്ഷം രൂപയുടെ ഇടപാട്. ബന്ധുക്കൾ കൈമാറിയ പണമെന്നാണ് MBIയുടെ വിശദീകരണം. കോട്ടയം രാമപുരത്ത് സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ആക്രമിക്കപ്പെട്ട ജ്വല്ലറി ഉടമ മരിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ചത് ജ്വല്ലറി ഉടമ അശോകൻ. രാമപുരം സ്വദേശി ഹരിയാണ് അശോകനെ തീകൊളുത്തിയത്. മലപ്പുറം ഒതുക്കുങ്ങൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് +1 വിദ്യാർത്ഥിയെ മർദ്ദിച്ചു എന്ന് പരാതി. കോട്ടയ്ക്കൽ ആട്ടീരി സ്വദേശിയായ വിദ്യാർത്ഥിയുടെ മുഖത്ത് പരിക്കേറ്റു. പെരിയ ഇരട്ടക്കൊലപാതക കേസ് പ്രതിക്ക് പരോൾ. 8ാം പ്രതിയായ സുബീഷ് വെളുത്തോളിക്കാണ് 20 ദിവസത്തേക്ക് പരോൾ അനുവദിച്ചത്. അസുഖബാധിതനാണെന്നും ശിക്ഷ മരവിപ്പിക്കണമെന്നും കാണിച്ച് സുബീഷ് ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. കോഴിക്കോട് ഹെൽമറ്റ് കൊണ്ടുള്ള അടിയേറ്റ് വയോധികൻ മരിച്ച സംഭവത്തിൽ പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. കൊല്ലപ്പെട്ട ദേവദാസന്റെ അയൽവാസി അജയ്ക്കെതിരെയാണ് കൂടുതൽ വകുപ്പുകൾ ചുമത്തിയത്. കഴിഞ്ഞ മാസം 26-നായിരുന്നു സംഭവം. 100 ന്യൂസിലേക്ക് തിരികെ കേരളത്തിലുള്ള കൂടുതൽ വാർത്തകൾ നോക്കാം. തൃശൂരിൽ വയോധികയെ ബസ്സിടിച്ച സംഭവത്തിൽ CCTV ദൃശ്യം പുറത്ത്. ഒറ്റപ്പിലാവ് സ്വദേശി നിർമ്മലയുടെ കാലിൽ കൂടി ബസിന്റെ ചക്രം കയറിയിറങ്ങുകയായിരുന്നു. കാലിന് സാരമായി പരിക്കേറ്റ നിർമ്മല ആശുപത്രിയിൽ ചികിത്സയിൽ. പത്തനംതിട്ട തിരുവല്ലയിൽ വർക്ക്ഷോപ്പിന്റെ മേൽക്കൂരയിൽ നിന്ന് വീണ് ജീവനക്കാരന് ദാരുണാന്ത്യം. മരിച്ചത് 55-കാരനായ K പ്രസാദ്. അപകടം മേൽക്കൂരയുടെ അറ്റകുറ്റപ്പണികൾക്കിടെ. കോഴിക്കോട് MDMAയുമായി യുവാവ് പിടിയിൽ. കുന്നമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് കൊടുവള്ളി മാനിപുരം സ്വദേശി ആദർശിനെ. ഇയാളിൽ നിന്ന് 1.7 ഗ്രാം MDMA കണ്ടെടുത്തു. തിരുവനന്തപുരം പേരൂർക്കടയിൽ 4 കിലോ കഞ്ചാവുമായി 3 പേർ പിടിയിൽ. ഡാൻസ് എഫ് സംഘം പിടികൂടിയത് മോനി, അശ്വിൻ, അനന്തൻ എന്നിവരെ. തിരുവനന്തപുരം കൊല്ലായിയിൽ വിദ്യാർത്ഥിക്ക് നേരെ തെരുവുനായയുടെ ആക്രമണം. തലനാരിഴയ്ക്കാണ് 10 വയസ്സുകാരൻ രക്ഷപ്പെട്ടത്. ദൃശ്യങ്ങൾ 24-ന്. ഇടുക്കി നെടുങ്കണ്ടം ജോയിന്റ് RTO ഓഫീസിൽ വിജിലൻസ് റെയ്ഡ്. ഏജന്റിന്റെ പക്കൽ നിന്ന് 66,600 രൂപ പിടികൂടി. പരിശോധന ജോയിന്റ് RTOയുടെ സെന്റ് ഓഫ് പരിപാടിക്കിടെ. വയനാട് തോൽപ്പെട്ടിയിൽ ജീപ്പ് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് അപകടം. കർണാടക സ്വദേശികൾ സഞ്ചരിച്ച ജീപ്പ് അപകടത്തിൽ പെടുകയായിരുന്നു. 5 പേർക്ക് പരിക്കേറ്റു. കലാലയങ്ങളിൽ നിന്ന് ലഹരി തുടച്ചു നീക്കാൻ പദ്ധതിയുമായി എറണാകുളം ജില്ല. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, നഴ്സിംഗ് കോളേജുകൾ ഉൾപ്പെടെ സർക്കാർ എയ്ഡഡ് പ്രൈവറ്റ് മേഖലയിലെ മുഴുവൻ കോളേജുകളെയും ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ കുറ്റവാളികളായി കാണാതെ ഇരകളായി ചേർത്ത് പിടിച്ച് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാകുമെന്ന് മന്ത്രി P രാജീവ്. തൊടുപുഴ പെരുമ്പിള്ളിച്ചിറയിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ തകർത്തു. നാസർ സുലൈമാൻ എന്നയാളുടെ പെട്ടി ഓട്ടോറിക്ഷയും സമീപത്തുണ്ടായിരുന്ന കാറുമാണ് അടിച്ചു തകർത്തത്. വാഹനങ്ങളുടെ ടയറുകൾ കീറിയ നിലയിൽ.
തിരുവനന്തപുരത്ത് കായിക യുവജന കാര്യാലയത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സ്പോർട്സ് കൌൺസിലുമായി ചേർന്ന് സംഘടിപ്പിച്ച കോച്ചസ് എംപവർമെന്റ് പ്രോഗ്രാം 2025 സമാപനം. സായി LNCPയിൽ 2 ഘട്ടങ്ങളായി നടന്ന പരിശീലന പരിപാടിയിൽ സംസ്ഥാനത്തെ വിവിധ കായിക വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ച് 187 പേർ പങ്കെടുത്തു. പരിശീലന സെഷനുകൾ മികച്ച അനുഭവമായി മാറിയെന്ന് പരിശീലനം നേടിയവർ പ്രതികരിച്ചു. സ്കൂൾ തെരഞ്ഞെടുപ്പിന് മുൻപേ ജനാധിപത്യത്തിന്റെ സന്ദേശം കുട്ടികളിലെത്തിച്ച് മലപ്പുറം എളങ്കൂർ ചാരങ്കാവ് PMSA-HSS സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബ്ബും മീഡിയ വിംഗും ചേർന്നാണ് വീഡിയോ പുറത്തിറക്കിയത്. പ്രധാന അറിയിപ്പുകൾ നോക്കാം. കാസർഗോഡ് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി എന്ന തെറ്റായ സന്ദേശം വിശ്വസിക്കരുത് എന്ന് ജില്ലാ കളക്ടർ. കാർഷികോൽപാദന മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കർഷകർക്ക് സംസ്ഥാന സർക്കാർ നൽകിവരുന്ന സംസ്ഥാന കർഷക അവാർഡ് 2024 അപേക്ഷ ക്ഷണിച്ചു. 6 പുതിയ അവാർഡുകൾ ഉൾപ്പെടെ 46 വിഭാഗങ്ങളിലാണ് അപേക്ഷ നൽകേണ്ടത്. നാമനിർദ്ദേശം ക്ഷണിച്ചതായി അധികൃതർ അറിയിച്ചു. ആലപ്പുഴ ജില്ലാ കോടതി പാലത്തിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാലത്തിലൂടെയുള്ള ഗതാഗതം ജൂലൈ 22 മുതൽ നിരോധിക്കുമെന്ന് അധികൃതർ. ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയുള്ള ട്രയൽ റൺ 22, 23 തീയതികളിൽ നടക്കും. സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ കേരളയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന ഓൺലൈൻ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകൾക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിനും ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്ലോമ പ്രോഗ്രാമിനും അപേക്ഷിക്കാം. കോന്നി എല്ലിമുള്ളും പ്ലാക്കൽ IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസിൽ പരീക്ഷ പാസ്സായവർക്ക് ബിരുദ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. BSc കമ്പ്യൂട്ടർ സയൻസ്, ഡേറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്സ്, BCom ഓൺസ്, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ കോഴ്സുകളിലേക്കാണ് പ്രവേശനം. SC ST OEC വിഭാഗക്കാർക്ക് ഫീസില്ല. തൃശൂരിൽ NDPS ആക്ട് കേസുകളിൽ ഉൾപ്പെട്ട വാഹനങ്ങൾ ലേലം ചെയ്യുന്നു. 5 മോട്ടോർ സൈക്കിളുകളും ഒരു ഹണ്ടേ എക്സെൻ കാറുമാണ് ലേലം ചെയ്തത്. ജൂലൈ 23 രാവിലെ 11 മുതൽ വൈകിട്ട് 4:30 വരെയാണ് ലേലം നടക്കുക. ദേശീയ വാർത്ത. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗത്തിൽ ഉറപ്പ് നൽകി. അഹമ്മദാബാദ് വിമാന ദുരന്തവും ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം. ഉത്തർപ്രദേശിലെ ശാരദാ സർവകലാശാലയിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഡെന്റൽ വിഭാഗത്തിൽ 2 അധ്യാപകർ അറസ്റ്റിൽ. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. തമിഴ്നാട്ടിലെ കരൂരിൽ സർക്കാർ ആശുപത്രിയിൽ ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്തി. 27-കാരി ശ്രുതിയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് ഒളിവിലെന്ന് പോലീസ്. തമിഴ്നാട്ടിലെ ട്രിച്ചി തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് മോഷ്ടാവിനെ കൈയോടെ പിടികൂടി റെയിൽവേ പോലീസ്. ട്രിച്ചി സ്വദേശി ഹരിഹരനാണ് പിടിയിലായത്. പ്രതിയെ പിടികൂടുന്നതിൽ നിർണായകമായത് CCTV ദൃശ്യങ്ങൾ. ഉത്തർപ്രദേശിലെ മിർസാർപൂർ റെയിൽവേ സ്റ്റേഷനിൽ CRPF ജവാന് കൻവാർ തീർത്ഥാടകരുടെ ക്രൂരമർദ്ദനം. ട്രെയിൻ ടിക്കറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. മർദ്ദന ദൃശ്യം പുറത്തുനിന്നതിന് പിന്നാലെ 7 തീർത്ഥാടകരെ അറസ്റ്റ് ചെയ്തു. ഛത്തീസ്ഗഡിൽ വീണ്ടും മാവോയിസ്റ്റ് വേട്ട. 6 മാവോയിസ്റ്റുകളെ സേന വധിച്ചു. അബൂജ്മദ് വനമേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ജമ്മു കശ്മീരിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ. കിഷ്ത്വാർ ജില്ലയിലെ ഖാൻകു വനമേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. BJPക്കെതിരെ തുറന്നടിച്ച് AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി. അടുത്ത വർഷം AIADMK തനിച്ച് സർക്കാർ ഉണ്ടാക്കുമെന്നും BJPയുമായി ചേർന്ന് സർക്കാർ ഉണ്ടാക്കാൻ വിഡ്ഢികളല്ലെന്നും EPS. പ്രശസ്ത ബോളിവുഡ് സംവിധായകൻ ചന്ദ്ര ബറുട്ട് അന്തരിച്ചു. 86 വയസ്സായിരുന്നു. അമിതാഭ് ബച്ചന്റെ ക്ലാസിക് ചിത്രം ഡോണിലൂടെയാണ് ശ്രദ്ധേയനായത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷം. ഗംഗാനദി കരകവിഞ്ഞു. ഹിമാചൽ പ്രദേശിൽ മരണസംഖ്യ 116ആയി. ട്രാൻസ്ജെൻഡർ വേഷത്തിൽ ഇന്ത്യയിൽ 28 വർഷം തങ്ങിയ ബംഗ്ലാദേശ് പൗരൻ അറസ്റ്റിലായി. ഭോപ്പാലിൽ അറസ്റ്റിലായത് അബ്ദുൽ കലാം എന്നയാൾ. അറസ്റ്റ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലിൽ.
പശ്ചിമ ബംഗാളിൽ വോട്ടർ പട്ടിക പരിഷ്കരണം ഉടൻ തുടങ്ങും. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ മാസം അവസാനമോ ഓഗസ്റ്റ് ആദ്യമോ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് തീരുമാനം. 166ാമത് ആദായ നികുതി ദിനത്തോടനുബന്ധിച്ച് മുംബൈയിൽ സൈക്ലത്തോൺ സംഘടിപ്പിച്ചു. ആദായ നികുതി വകുപ്പ് പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ മാലതി ആർ ശ്രീധരൻ സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യാന്തര വാർത്തകൾ. റഷ്യയിൽ ഭൂചലന പരമ്പര. 1 മണിക്കൂറിനിടെ 5 ഭൂചലനങ്ങളുണ്ടായി. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തി. ഭൂചലനത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ ആക്രമണത്തിൽ ഗസയിൽ 116 പേർ കൊല്ലപ്പെട്ടു. പട്ടിണി മൂലം ഒരാഴ്ച പ്രായമുള്ള കുഞ്ഞടക്കം 2 പേർ മരിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപനത്തിനു ശേഷവും തെക്കൻ സിറിയയിൽ സംഘർഷം തുടരുന്നു. ആക്രമണങ്ങളിൽ 900-ലധികം പേർ കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ടുകൾ. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലെ ഈസ്റ്റ് ഹോളിവുഡിൽ ആൾക്കൂട്ടത്തിലേക്ക് കാർ ഇടിച്ചുകയറ്റി 30 പേർക്ക് പരിക്കേറ്റു. 7 പേരുടെ നില ഗുരുതരം. സൗദി അറേബ്യയിലെ ഉറങ്ങുന്ന രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്ന അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് രാജകുമാരൻ അന്തരിച്ചു. 36 വയസ്സായിരുന്നു. 2005 ലണ്ടനിൽ പഠിക്കവേ 15-ാം വയസ്സിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ രാജകുമാരൻ 20 വർഷമായി കോമയിലായിരുന്നു. എഞ്ചിന് തീപിടിച്ചതിനെ തുടർന്ന് അമേരിക്കയിൽ ഡെൽറ്റ എയർലൈൻസ് വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്തി. അറ്റ്ലാന്റയിലേക്ക് പോവുകയായിരുന്ന ബോയിംഗ് 767 വിമാനമാണ് താഴെ ഇറക്കിയത്. വിയറ്റ്നാമിലെ ഹാലോങ് ബേയിൽ ടൂറിസ്റ്റ് ബോട്ട് മറിഞ്ഞ് 8 കുട്ടികളടക്കം 34 പേർ മരിച്ചു. 8 പേരെ കാണാനില്ല. ഇന്തോനേഷ്യൻ യാത്രാ കപ്പലിന് കടലിൽ തീപിടിച്ച് 5 പേർ മരിച്ചു. ഇന്തോനേഷ്യയിലെ സുലവേസി ദ്വീപിന് സമീപം കടലിൽ 100 കണക്കിന് ആളുകളുമായി പോയ യാത്രാ കപ്പലിലാണ് തീപിടുത്തമുണ്ടായത്. 280-ലധികം പേരെ രക്ഷപ്പെടുത്തി. ന്യൂസിലേക്ക് തിരികെ ബിസിനസ് ന്യൂസ്. ഓഹരി വിപണിയിൽ 6 മുൻനിര കമ്പനികളുടെ വിപണി മൂല്യത്തിൽ ഇടിവ്. TCS, റിലയൻസ് തുടങ്ങിയ കമ്പനികളാണ് ഏറ്റവുമധികം നഷ്ടം നേരിട്ടത്. കുട്ടികൾക്ക് സുരക്ഷിതവും അനുയോജ്യവുമായ ഉള്ളടക്കം നൽകാനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പുതിയ നിർമ്മിത ബുദ്ധി ആപ്ലിക്കേഷൻ പുറത്തിറക്കാനൊരുങ്ങി XAI കമ്പനി സ്ഥാപകൻ ഇലോൺ മസ്ക് എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഫേസ്ബുക്കിനും ഇൻസ്റ്റഗ്രാമിനും പിന്നാലെ വാട്സാപ്പും നിരോധിക്കാൻ റഷ്യ. പകരം തദ്ദേശീയ ആപ്പ് വികസിപ്പിക്കാൻ നീക്കം. ഗൂഗിൾ പിക്സൽ ആരാധകർ കാത്തിരുന്ന പിക്സൽ 10 സീരീസ് ഉടൻ. ഗൂഗിളിന്റെ ഏറ്റവും പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുന്ന മെയ്ഡ് ബൈ ഗൂഗിൾ ഓഗസ്റ്റ് 20-ന് നടക്കും. സ്പോർട്സ് ന്യൂസ്. മേജർ ലീഗ് സോക്കറിൽ ലിയോണൽ മെസ്സിയുടെ മികവിൽ ഇന്റർ മയാമിക്ക് വമ്പൻ ജയം. 1-5 ഗോളിന് ന്യൂയോർക്ക് റെഡ്ബുളിനെ തകർത്തു. ഗോൾ വേട്ടയിൽ ലിയോണൽ മെസ്സിക്ക് റെക്കോർഡ്. പെനൽറ്റി അല്ലാതെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമെന്ന റെക്കോർഡ് മെസ്സിക്ക് സ്വന്തം. വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻഡ്സ് ക്രിക്കറ്റിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഉപേക്ഷിച്ചു. നടപടി പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായി കളിക്കാൻ താൽപര്യമില്ലെന്ന് ഇന്ത്യൻ ടീം അറിയിച്ചതോടെ ഇംഗ്ലണ്ടിനെതിരായ 4ാം ടെസ്റ്റിനൊരുങ്ങുന്ന ഇന്ത്യക്ക് തിരിച്ചടിയായി പരുക്ക്. അർഷ്ദീപ് സിംഗിന് പിന്നാലെ ആകാശ് ദീപിനും പരുക്കുമൂലം മത്സരം നഷ്ടമാകും. കരുൺ നായർ വീണ്ടും കർണാടക ടീമിലേക്ക്. കഴിഞ്ഞ സീസണിൽ വിദർഭയുടെ രഞ്ജി ട്രോഫി നേട്ടത്തിൽ പ്രധാനിയായിരുന്നു കരുൺ നായർ. ഇംഗ്ലീഷ് ഫുട്ബോൾ താരം മാർക്കസ് റാഷ്ഫോർഡ് ബാഴ്സലോണയോട് അടുക്കുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡും ബാഴ്സലോണയും അന്തിമഘട്ട ചർച്ചകളിൽ. 2020 ലോകകപ്പിലെ ടീമുകളുടെ എണ്ണം 32 ഉയർത്താൻ ആലോചിച്ച് ICC. സാധ്യതകൾ പഠിക്കാൻ 6-അംഗ കമ്മിറ്റിയെ നിയോഗിച്ചു. ചാമ്പ്യൻസ് ലീഗ് 2020 തിരിച്ചുവരുന്നു. അടുത്ത വർഷം ടൂർണമെന്റ് നടത്താൻ ആലോചനകൾ. കാണാം കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. മോഹൻലാലിനെ നായകനാക്കി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വത്തിന്റെ ടീസർ ഏറ്റെടുത്ത് ആരാധകർ. ടീസർ യൂട്യൂബ് ട്രെൻഡിംഗിൽ 1-ാം സ്ഥാനത്തെത്തി. മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. TG രവി മകൻ ശ്രീജ് രവിയും മുഖ്യവേഷത്തിലെത്തുന്ന വഡു ദ സ്കാർ എന്ന ചിത്രം ഷിംല രാജ്യാന്തര ചലച്ചിത്രമേളയിലെ മത്സര വിഭാഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ശ്രീത്ത് പുയിൽക്കാവ് രചനയും സംവിധാനവും നിർവഹിച്ച വഡുവിന്റെ ലോക പ്രീമിയറാണ് ഷിംലയിൽ നടക്കുക.
തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ വസതിയിലെത്തി നടൻ ദുൽഖർ സൽമാൻ സന്ദർശിച്ചു. നടനെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പൊന്നാട അണിയിച്ചിരിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ. നിരവധി സ്ത്രീകൾ ചേർന്ന ഒരാളെ മർദ്ദിക്കുന്ന ദൃശ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ബംഗ്ലാദേശിൽ മുസ്ലിം പെൺകുട്ടികൾ പരീക്ഷയിൽ തോൽക്കുകയും ഹിന്ദു ആൺകുട്ടി ഒന്നാം സ്ഥാനം നേടുകയും ചെയ്തതിന് പ്രധാനാധ്യാപകനെ മർദ്ദിക്കുന്നു എന്ന തലക്കെട്ടോടെയാണ് ആ വീഡിയോ പ്രചരിക്കുന്നത്. എന്നാൽ പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തതിന് അധ്യാപകനെ രക്ഷിതാക്കൾ മർദ്ദിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. നാളെ അറിയാം. കുമ്പളം തുറവൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള നാലുകുളങ്ങര റെയിൽവേ ഗേറ്റ് നാളെ രാവിലെ 8 മുതൽ 24 വൈകിട്ട് 6 വരെ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടും. വാഹനങ്ങൾ തഴുപ്പ് റെയിൽവേ ഗേറ്റ് വഴി പോകണം. തപാൽ ശൃംഖലയിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ നാളെ തിരുവനന്തപുരം സൗത്ത് പോസ്റ്റൽ ഡിവിഷന് കീഴിലുള്ള പോസ്റ്റ് ഓഫീസുകളിൽ ഇടപാടുകൾ ഉണ്ടായിരിക്കുന്നതല്ലെന്ന് സൗത്ത് പോസ്റ്റൽ ഡിവിഷൻ സൂപ്രണ്ട് അറിയിച്ചു. ആലപ്പുഴ ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ കാഷ്വൽ ലേബർ തസ്തികയിലെ 2 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. മാവേലിക്കര എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 5ാം ക്ലാസ് പാസ്സായിട്ടുള്ളവരും ബിരുദ യോഗ്യത ഇല്ലാത്തവരുമായവർക്ക് അപേക്ഷിക്കാം. ചങ്ങനാശ്ശേരി ഗവൺമെന്റ് വനിത ITI ചങ്ങനാശ്ശേരിയിൽ ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, കമ്പ്യൂട്ടർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ ട്രേഡുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ITIയിൽ നേരിട്ടെത്തി അപേക്ഷകൾ സമർപ്പിക്കാം. സിഡിറ്റിന്റെ താഴെചൊവ്വ കമ്പ്യൂട്ടർ പഠന കേന്ദ്രത്തിൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൌണ്ടിംഗ്, ടാലി കോഴ്സുകളിൽ അപേക്ഷകൾ ക്ഷണിച്ചു. ഇനി ഇപ്പോൾ കിട്ടിയത്. രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സന്തോഷ് കുമാർ MP. ഇന്ത്യ മുന്നണിയുടെ നേതാവെന്ന രീതിയിൽ രാഹുൽ കുറച്ചുകൂടി പക്വത കാണിക്കണമെന്ന് സന്തോഷ് കുമാർ MP. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതി കോൺഗ്രസ് നേതാവ് ആധിർ രഞ്ജൻ ചൌധരി. മഹാരാഷ്ട്രയിലും ഒഡീഷയിലും ബംഗാളി സംസാരിക്കുന്ന കുടിയേറ്റ തൊഴിലാളികളെ ഉപദ്രവിക്കുന്നതിനും തടങ്കലിൽ വെക്കുന്നതിനും എതിരെ പ്രധാനമന്ത്രി ഇടപെടണം എന്ന് ആവശ്യം. ധർമ്മസ്ഥലയിലെ അസാധാരണ മരണങ്ങളിലുള്ള SIT അന്വേഷണം സ്വാഗതം ചെയ്ത് ABVP. സുതാര്യമായ അന്വേഷണം പ്രതീക്ഷിക്കുന്നുവെന്ന് ABVP ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ വീരേന്ദ്ര സിംഗ് സോളങ്കി. 100 ന്യൂസ് പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.